നമസ്കാരം. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാറ്റായിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ്ചർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി വിടാം. ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചൂടാവാൻ. ഇനി അതിലേക്ക് ഒരു 3 കപ്പോളം പൊരിയാണ് ഉപയോഗിക്കുന്നത്, പഫ്ഡ് റൈസ്. അതും കൂടി എടുത്ത് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് എരിവിത്ര വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മുരിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആക്കുമ്പോഴേക്കും തന്നെ നല്ല ക്രിസ്പിനെസ്സും ഒക്കെ തന്നെ ഇതിന് വരും. കണ്ടോ, കളറൊക്കെ ചേഞ്ചായി, എരിവൊക്കെ പാകത്തിനുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാൻ എന്നെ ഒന്ന് തുടച്ചതിന് ശേഷം എഗെയിൻ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് 1 കപ്പ് നിലക്കടല ആണ് ഇട്ട് കൊടുക്കുന്നത്. നിലക്കടല ഈ ചാറ്റിൽ കഴിക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. പിന്നെ മിക്സ്ചറിൽ നിലക്കടല ഇല്ലെങ്കിൽ ഗുമ്മില്ലല്ലോ. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി വിടാം. എണ്ണയുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ കടല മൊരിഞ്ഞു വരും. അത് പൊട്ടി തുടങ്ങും, സ്പ്ലിറ്റ് ആയി തുടങ്ങി ഒരു സൗണ്ട് വന്നു തുടങ്ങിയ കടല റെഡി ആയിട്ടുണ്ട്. ഇതിനെയും നമുക്ക് മാറ്റാം. അപ്പം ഇതിനെയും കൂടി നമ്മുടെ ഈ പൊരിയുടെ കൂട്ടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്, ഇത് രണ്ടും കൂടി ആയാൽ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ പൂരപ്പറമ്പുകളിലൊക്കെ പോയ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടുന്നില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ്ചറിന് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കോൺഫ്ലേക്സ് മിക്സ്ചറിൻ്റെ കോണാണ് കേട്ടോ. ഇതാണ് കോൺഫ്ലേക്സ് മിക്സ്ചറിൻ്റെ കോണ്. അതിൽ നല്ല എണ്ണ ചൂടായി വരുമ്പോൾ, നല്ല എണ്ണ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് മാത്രമേ ഈ മിക്സ്ചറിൻ്റെ ഇത് വറക്കാൻ പാടുള്ളൂ. കോൺഫ്ലേക്സ് മിക്സ്ചർ പൊതുവെ പല ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലേ. അപ്പോൾ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വറുത്തെടുക്കാം. ഇതിവിടെ മില്ലുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിനെ വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ കുറച്ചും കൂടി ആവശ്യമുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം. ഇതാണ് കോൺഫ്ലേക്സ് മിക്സ്ചറിന്റെ. ഇതിന് ചെറിയൊരു ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിന് എരിവൊന്നുമില്ല. അപ്പം നമുക്ക് ഇതും കൂടി നമ്മുടെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ കോൺഫ്ലേക്സ് മിക്സ്ചറിന്റെ ഫ്ലേക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി, ആ ചൂടോടുകൂടി തന്നെ ഇടണം കേട്ടോ, അപ്പോഴേ വരുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് അത് എല്ലാ സ്ഥലത്തേക്കും പോലെ ഉപ്പും മുളകും ഒക്കെ പിടിക്കുള്ളൂ. ഇതിൽ ഞാൻ ചാറ്റ് മസാലയും ബാക്കിയുള്ളതൊന്നും ഇപ്പിടുന്നില്ല. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത് വെറും ചായക്കൊക്കെ പറ്റിയ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു മിക്സ്ചറായിട്ട് ഇത് ഉപയോഗിക്കാം. എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിനെ ചാറ്റാണ് ഉണ്ടാക്കുന്നത്. ചാറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു ഒനിയനെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഒരു ഗ്രീൻ ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/4 കപ്പ്. 2 പച്ചമുളക് ചെറുതായി ഇട്ടത്. ഇനി കുറച്ച് നമ്മുടെ മല്ലിടയിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓൾറെഡി മിക്സ്ചറിൽ ഉപ്പുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാല, പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, ചാറ്റ് റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശരിക്കും കുറച്ച് മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബേൽപൂരി, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബേൽപൂരി റെഡിയായി വന്നിട്ടുണ്ട്. മിക്സ്ചർ ഉള്ളവർക്ക്, ഈ കോൺഫ്ലേക്സ് മിക്സ്ചർ ഇല്ലാത്തവർക്ക് നോർമൽ മിക്സ്ചർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാട്ടോ. അങ്ങനെ നമ്മുടെ ബേൽപൂരി, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബേൽപൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.